ഹായ് ഹലോ, വീണ്ടും ഒരു വെറൈറ്റി കമ്മലായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കമ്മൽ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ എന്ന്. അല്ല കേട്ടോ, ഞാൻ മാലയും മോതിരവും ബ്രേസ്ലെറ്റും പാദസരവും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടം കമ്മലാണ്, അതുകൊണ്ടാണ് കമ്മൽ അധികം വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ കമ്മലിന് ഇതാ 2 കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. രണ്ടും സെയിം കളറാണ്. പിന്നെ ഇതാ ഒരു സിൽവർ കളർ ഇയർ ഹൂക്ക്, പിന്നെ നമ്മുടെ എലാസ്റ്റിക് ത്രെഡ്, കനം കുറഞ്ഞ ത്രെഡ് തന്നെ എടുക്കുക. 0.5 ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഏത് കളർ ബീഡാണോ കോർക്കുന്നത് ആ കളർ ബീഡ് ഒരു 3 എണ്ണം കോർത്തെടുക്കുക. ഫസ്റ്റ് തന്നെ 3 ബീഡ് കോർക്കുക. അതിന് ശേഷം നമ്മൾ വേറെ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കളർ പറയാത്തത് നിങ്ങളെടുക്കുന്ന കളർ വേറെ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റാണ്. പിന്നെ ആദ്യം കോർത്ത കളർ എനിക്കറിയില്ല കേട്ടോ, അതിന് എന്ത് കളറെന്ന് പറയുന്നത് എനിക്കറിയില്ല. ബ്ലാക്ക് അല്ല, ബ്ലൂ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം, അതിൻ്റെ ഏത് കളറാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ രണ്ടാമതെടുത്ത ബീഡ്സിൻ്റെ വൈറ്റ് കളറിലെ ബീഡ് കോർത്തിട്ട് അതിനത് ഇതുപോലെ ഒരു സൈഡിലെ ത്രെഡിനെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ആ ത്രെഡ് രണ്ടും ഒരേപോലെ പിടിച്ച് ലെവലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ബീഡ്സ് കോർത്ത് വരുമ്പോൾ ഒരു സൈഡ് കുറഞ്ഞും കയറിയും പോകും. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് അവിടെ ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഫസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഒരു സൈഡിലേക്കാണ് ആദ്യം കോർക്കുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ ലാസ്റ്റ് വൈറ്റാണ് കോർത്ത് നിർത്തിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈറ്റ് എടുക്കുക. നിങ്ങൾ ഏത് ബീഡാണോ സെൻറ്ററിലേക്ക് വന്നത് അപ്പോൾ ആ കളർ എടുക്കുക. ഞാനിവിടെ വൈറ്റാണ് നിർത്തിയത്, അപ്പോൾ ആ വൈറ്റ് എടുത്തു. അതിന് ശേഷം ഫസ്റ്റ് എടുത്ത കളർ ബീഡ് എടുക്കുക, 3 എണ്ണം. അപ്പോൾ നിങ്ങളുടെ ബീഡ്സ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ സെൻറ്ററിൽ വൈറ്റ് ആണ് നിർത്തിയത്, അതുകൊണ്ട് ഞാൻ ഒരു വൈറ്റും ബാക്കി മറ്റേ കളർ 3 എണ്ണവും കോർത്ത് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം എടുക്കണം. അപ്പോൾ അതുപോലെ 3 കളർ കോർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം ബീഡ് 3 എണ്ണം കോർത്ത് തന്നെ മാറ്റി നിർത്തിയിട്ട് ആ വൈറ്റിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. 3 എണ്ണം മാറ്റി നമ്മൾ ആ കോർത്ത വൈറ്റിൻ്റെ ഉള്ളിലൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക്. നമ്മൾ സെൻറ്ററിൽ കോർത്ത ബീഡല്ല, നമ്മളിതാ 4 ബീഡ് കോർത്തയിലുള്ള ആദ്യത്തെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ അത് അടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കോർത്ത് നിർത്തിയ ബീഡിൻ്റെ അടുത്ത് പിടിച്ചിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇങ്ങനെ വന്ന് ഇനി ഇപ്പുറത്തെ സൈഡിലും സെയിം അതേ രീതിയിൽ തന്നെ കോർക്കുക. വൈറ്റ് ബീഡ് കോർക്കുക. ദെൻ 3 നമ്മൾ ആദ്യം കോർത്ത ബീഡ്. അതിൻ്റെ കളർ അറിയാത്ത തന്നെ എനിക്ക് നിങ്ങളോട് കളർ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന കളർ തെറ്റിപ്പോയാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കളർ പറയുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കടയിൽ ചെന്ന് ബീഡ്സ് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവരോടും ചോദിച്ചില്ല അതിൻ്റെ കളർ എന്താണെന്നുള്ളത്. കുറച്ച് നാളായി ഞാൻ ബീഡ്സ് വാങ്ങിച്ച് വെച്ചിട്ട്. അന്ന് കളറിനെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കളറിന് പറഞ്ഞു തരാൻ പറ്റാണ്ടായപ്പോഴാണ് അത് ഓർക്കണേ. ഞാൻ അവരോടെങ്കിലും ചോദിക്കായിരുന്നു എന്ന്. അതും അതേപോലെ തന്നെ നമ്മൾ ആ വൈറ്റിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. കണ്ടോ, നമുക്കിതെങ്ങനെ ഒരു പാറ്റേണാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വൈറ്റ് ബീഡ് എടുത്തിട്ട് നമ്മൾ ഒരു വൈറ്റ് ബീഡ് കോർക്കുക. ഒരു സൈഡിലൂടെ കോർത്തിട്ട് അപ്പുറത്തെ സൈഡിലെ ത്രെഡ് നമുക്ക് അതിലൂടെ ഒന്ന് കോർത്ത് ഓപ്പോസിറ്റായിട്ട് വലിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ വൈറ്റ് ആദ്യം കോർത്തതുപോലെ അതുപോലെ വൈറ്റ് ഒന്ന് കോർക്കുക. അതിന് ശേഷം നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ത്രെഡ് അതിലൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റായിട്ട് വലിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഒരു ഷേപ്പ് വരും. കണ്ടോ, ഇതുപോലെ വരും. ഇനി നമുക്ക് കളർ ബീഡ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 2 ബീഡാണ് കോർക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും. അതിന് ശേഷം അത് എങ്ങനെയാണ് കോർക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കോർക്കുന്ന ടൈമിൽ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടത് നമ്മൾ 2 സൈഡിൽ ഓരോ ബീഡ് കോർത്തു. ഇനി ഒരു സൈഡിൽ നമ്മൾ ഒരു ബീഡും കൂടി കോർക്കുകയാണ്. അപ്പോൾ 2 ബീഡ് വരും. ഇനി ഇപ്പുറത്തെ നമ്മുടെ ത്രെഡിനെ അതിലൂടെ നമ്മൾ വലിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വൈറ്റ് ബീഡ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ 2 ബീഡ് കോർക്കുന്നുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കണ്ടോ, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി. ഉള്ളിലെ വൈറ്റിൻ്റെ അതേ ഷേപ്പ് നമുക്ക് കളർ ബീഡിനും കിട്ടി. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കെട്ടിയിട്ട് കമ്മലായിട്ടും യൂസ് ചെയ്യാം. ഇത് മാത്രം മതി എന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, സെയിം രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 2 സൈഡിലും ഓരോ ബീഡ് കോർക്കുക. നമ്മൾ ഫസ്റ്റ് 3 ബീഡല്ലേ കോർത്തേ, അതിൻ്റെ ആവശ്യമില്ല. കാരണം സെൻറ്ററിൽ ഒരു ബീഡ് നമുക്ക് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ 2 ബീഡിൻ്റെ ആവശ്യമുള്ളൂ. ദെൻ വീണ്ടും നമ്മൾ ആ വൈറ്റ് ബീഡ് എടുത്ത് ഒരു സൈഡിൽ കോർക്കുക. അപ്പുറത്തെ ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ബീഡിന് പകരം നമുക്ക് 2 സൈഡിൽ ഓരോ ബീഡിൻ്റെ ആവശ്യമുള്ളൂ എന്ന് മാത്രം. ആ ഫസ്റ്റ് കോർക്കണമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ കണ്ടു, ഇതുപോലെ വൈറ്റ് ഇടുക, ഓപ്പോസിറ്റ് ത്രെഡ് കൊടുക്കുക, വലിച്ചെടുക്കുക. പിന്നെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് വൈറ്റും 3 കളർ ബീഡും ഇട്ട് കൊടുത്തൊക്കെ ചെയ്യുന്നതൊക്കെ സെയിം ആണ് കേട്ടോ. നിങ്ങൾക്ക് 2 ഇത് ഒരൊറ്റ ഇത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നിർത്താം.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കൊടുക്കാം, 3 ഒക്കെ ചെയ്യാം നമുക്ക്. ഇനി നമ്മളിതാ ഒരു സൈഡിലേക്ക് ആ വൈറ്റ് ബീഡ് കോർത്തു, പിന്നെ 3 കളർ ബീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം വീണ്ടും നമ്മൾ ആ വൈറ്റിൻ്റെ ഉള്ളിലൂടെ താഴേന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്പീഡ് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ലെയർ കോർക്കുന്നത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സ്പീഡ് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, അത് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. സെയിം രീതിയിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കോർത്ത് കൊടുക്കുന്നുണ്ട്, വൈറ്റും 3 കളർ ബീഡും ഇട്ടിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിന് മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഇതാ കണ്ടപ്പോൾ 2 സൈഡ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു വൈറ്റ് ബീഡ് കോർത്തിട്ട് നമ്മൾ അപ്പുറത്തെ ത്രെഡിനെ അതിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്, അതിലൊരു മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ വീണ്ടും കളർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഓരോ സൈഡിലേക്ക് ഓരോന്ന് കോർക്കുക. അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ ഒരു കളർ ബീഡും കൂടി കോർത്തിട്ട് ത്രെഡിനെ നമ്മൾ അപ്പുറത്തെ ത്രെഡിനെ ഓപ്പോസിറ്റ് അതുപോലെ കോർത്ത് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കമ്മലിൻ്റെ ആ ഒരു പാറ്റേൺ കഴിഞ്ഞിട്ടുണ്ട്, ഇതാ കണ്ടോ. ഇനി വേണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ചെയ്ത് കൊടുത്ത് 3 എണ്ണമാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ എത്ര ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു സൈഡിലെ ത്രെഡിലൂടെ കളർ ബീഡ് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ആ ഒരു കളർ ബീഡ് ഇട്ട് കൊടുക്കുക. കളർ ബീഡാണ് ഭംഗി ഉണ്ടാവുക വൈറ്റിനേലും, കാരണം നമ്മൾ ആ കളർ ബീഡിലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിനെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ത്രെഡിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, അത് നമുക്ക് കോർത്തെടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോർത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്ന ബീഡുണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് ആ ഒരു പാറ്റേൺ അവസാനിപ്പിച്ചിരിക്കുന്ന ആ ഒരു കളർ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ബീഡും ഇയർ ഹൂക്കും കോർത്തക്കണ ത്രെഡിനെ അതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇയർ ഹൂക്ക് കോർത്തതിന് മുമ്പ് ഇട്ടക്കണ ബീഡിലൂടെ അല്ല, നമ്മൾ ആ പാറ്റേൺ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ആ ഒരു ത്രെഡ് നമ്മൾ ഇപ്പോൾ കോർത്ത 2 ബീഡിലൂടെ കോർത്ത് കൊടുക്കുക. ലാസ്റ്റ് കോർത്ത ആ ഒരു ബീഡിലൂടെ, അതിനുശേഷം ഇയർ ഹൂക്കിലൂടെ, വീണ്ടും നമ്മൾ അതിന് മുമ്പ് കോർത്ത ബീഡിലൂടെ, അങ്ങനെ 2 ബീഡിലൂടെയും ഇയർ ഹൂക്കിലൂടെയും കോർത്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് കോർത്ത ത്രെഡിൻ്റെ അടുത്ത് കിട്ടും, കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി അതിനെ നമ്മൾ കെട്ടി ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 കെട്ടി ടൈറ്റാക്കി കൊടുക്കുക. ഒന്ന് കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും കെട്ടുക. ഒരു 3 കെട്ടൊക്കെ കെട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് ഊരിപ്പോവില്ല. നല്ലപോലെ ഇതാക്കുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യരുത്, കാരണം നമ്മൾ ഉരുക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലെങ്ത്ത് അവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്മൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കമ്മൽ ചെയ്തിട്ടുള്ളത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ട, അടിപൊളിയായിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.